നമസ്കാരം. നമസ്തേ. ഇന്ന് സാക്ഷിയോടൊപ്പം ചേർന്നിരിക്കുന്നത് പോരേടം ശശിവിലാസത്തിൽ ശശികുമാറാണ്. 36 വർഷം ക്ഷേത്ര ജീവന നടത്തി വിരമിക്കുന്ന ശശിയുടെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് തന്നെ ഭഗവാനിൽ ജീവിതം അർപ്പിച്ചുകൊണ്ടുള്ള ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ആ ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. സാർ, ഈ ക്ഷേത്ര ജീവനവുമായി ബന്ധപ്പെട്ട് താങ്കൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ സാക്ഷി ടി വിയോട് പങ്കുവയ്ക്കാമല്ലോ. ഞാൻ കുഞ്ഞിലെ മുതലേ അച്ഛനോടൊപ്പം ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അച്ഛനും ക്ഷേത്രത്തിലെ വാദ്യോപകരണങ്ങളെ പഞ്ചവാദ്യ കലാകാരനായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞിലെ അച്ഛനോടൊപ്പം ഞാനും അന്ന് പോരേടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു അച്ഛൻ ജോലി. അപ്പോൾ അച്ഛനോടൊപ്പം ഞാനും ക്ഷേത്രത്തിൽ രാവിലെ തന്നെ അച്ഛനോടൊപ്പം വരികയും ക്ഷേത്രാരാധനയിലും അച്ഛനോടൊപ്പം നിൽക്കുകയും അന്ന് രാവിലത്തെ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ പോലും അങ്ങനെ അന്ന് ആ കുഞ്ഞിലെ മുതലേ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞു എൻ്റെ 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ക്ഷേത്ര കാര്യങ്ങളിൽ അങ്ങനെ, എന്നാലും ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻവശത്ത് ഞങ്ങൾ താമസിക്കുകയും വരും കാലങ്ങളിൽ അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ ജോലി കിട്ടി. ആ ക്ഷേത്രത്തിൽ ജോലി കിട്ടിയ അവസരങ്ങളിലും ഞാൻ അമ്മയെ സഹായിക്കാനും ഒക്കെ ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ആ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്ക് അമ്പലത്തിലെ ജോലിയോട് വളരെ താല്പര്യവും ആ ഭഗവാനോടുള്ള ആ ഒരു ക്ഷേത്ര ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിൽ കുഞ്ഞിലെ മുതലേ ഭഗവാനെ സേവിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡുമായിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ അയച്ചു. എനിക്കങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ആര്യങ്കാവ് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ആ കാലയളവിൽ ഞാൻ 3 വർഷക്കാലം ആര്യങ്കാവ് ക്ഷേത്രത്തിൽ ജോലിയായിട്ടിരുന്നു. അപ്പോൾ ഈ വൃശ്ചിക സീസണിലും മണ്ഡല മകരവിളക്ക് സീസണിലൊക്കെ വളരെ പ്രാധാന്യമുള്ള അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടുത്തെ ചടങ്ങുകളിലും എല്ലാം പങ്കെടുക്കാനും ആ 3 വർഷക്കാലം ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ജോലി നോക്കുന്ന അതേ അനുഭവത്തിൽ തന്നെ ആര്യങ്കാവിലും എനിക്ക് ജോലി നോക്കാനൊരു അവസരം ഉണ്ടാവുകയും ആ കാലയളവിൽ ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായ ആ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ തുടക്കം വളരെ വലുതായിരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് ഞാൻ നേരെ ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് എനിക്ക് അടുത്ത ജോലിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥലം ചടയമംഗലമാണ്. അപ്പോൾ എൻ്റെ
അമ്മയുടെ ക്ഷേത്രവും ഒക്കെ ആ ചടയമംഗലം മഹാദേവൻ്റെ മണ്ണിൽ തന്നെ എനിക്കും ഭഗവാനെ സേവിക്കാനുള്ളൊരവസരം എനിക്കുണ്ടായി. കുറേ കാലം ആ 4 വർഷത്തോളം ഞാൻ ആ മഹാദേവൻ്റെ മുമ്പിൽ ജോലി ചെയ്തു. അപ്പോൾ അന്നൊക്കെ എനിക്ക് മനസ്സിന് വളരെ സന്തോഷമായ കാര്യങ്ങളാണ്. കാരണം എന്ന് പറയുമ്പം ക്ഷേത്രകാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കുഞ്ഞിലെ മുതലേ കുറിച്ചിട്ട കാര്യങ്ങൾ, ഒരു അപാകത വരാതെ, ഭഗവാന്റെ കാര്യങ്ങളിൽ ഒരു അപാകത വരാതെ എന്നാൽ കഴിയുന്ന, എന്നാലും നമ്മൾ 100% പറ്റില്ലെങ്കിലും കുറേയൊക്കെ ഭംഗിയായിട്ടും ശുദ്ധത്തോടും വൃത്തിയോടും ആ ഭഗവാന്റെ സേവനം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ എന്നിൽ അർപ്പിതമായ സേവനം നല്ല ഭംഗിയായിട്ട് ആ ഭഗവാനിൽ അലിഞ്ഞിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ എനിക്ക് ആ വിശ്വാസത്തോടുകൂടി കഴിയുവാൻ എനിക്കൊരവസരം ചടയമംഗലത്ത് ഉണ്ടായി. അന്ന് അവിടുത്തെ ഉപദേശ സമിതി ഒക്കെ അതിനു മുമ്പും അമ്മയ്ക്ക് ചടയമംഗലത്ത് ജോലിയായിട്ട് ഇരുന്ന സമയത്ത്, എനിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പും എനിക്ക് ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് പകരമായിട്ട് ഞാൻ അവിടെ ഒരുപാട് വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഒരുപാട് സഹായങ്ങളും എൻ്റെ ജോലി സംബന്ധമായിട്ടായാലും എൻ്റെ ഇതിന് പ്രോത്സാഹനങ്ങൾ, മഠത്തിൽ മോഹനൻ ചേട്ടൻ അന്നത്തെ കാലത്തൊക്കെ എനിക്ക് ഒരുപാട് സഹായങ്ങളും എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ അമ്പലങ്ങളിൽ എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു അവസരവും എല്ലാം എനിക്ക് അവരിൽ നിന്നൊക്കെ പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഭംഗിയായിട്ട് ആ ജോലി ചെയ്യാനുള്ള ഒരു പ്രചോദനം അവരിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. അത് കഴിഞ്ഞ് ഞാൻ പോരടം മഹാദേവ ക്ഷേത്രത്തിൽ എനിക്ക് ജോലിയായിട്ട് വന്നു. പിന്നെ കുറേ കാലം ഞാൻ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമിയുടെ മുന്നിൽ 3 വർഷക്കാലം ജോലി ചെയ്യാനൊരു അവസരം എനിക്കുണ്ടായി. ആ കാലയളവിലൊക്കെ എൻ്റെ മനസ്സിനും എൻ്റെ ജീവിതത്തിൽ വളരെ പുരോഗതിയും ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് വളരെ വളരെ സന്തോഷവും, എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചുകൊണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിയും ഒക്കെ ഈ ക്ഷേത്രങ്ങളിൽ കൂടിയുള്ള ഉപജീവനവും അതിൽ നിന്ന് കിട്ടുന്ന ഭഗവാനിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന വേതനവും അതൊക്കെ കൊണ്ടാണ് എൻ്റെ ജീവിതം ഈ നിലയിൽ ഇന്ന് പോരടം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഒരുപാട് വർഷം, ഈ ഇത്രയൊക്കെ അമ്പലങ്ങളിൽ ഒരുപാട് വർഷം ജോലിയായിട്ടിരുന്നത് ഈ പോരടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ പഞ്ചവാദ്യ രംഗത്താണല്ലോ ക്ഷേത്രത്തിലേക്ക് വന്നത്. അതെ. അപ്പോൾ ഈ കല സ്വായത്തമാക്കാൻ പ്രേരണയേകിയ ശക്തി എന്താണ്? പ്രേരണയേകിയ ശക്തി എന്ന് പറയുമ്പം അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ ഈ വാദ്യോപകരണം കൈകാര്യം ചെയ്ത ആളായിരുന്നു. പഞ്ചവാദ്യമായിരുന്നു അച്ഛനും. അപ്പോൾ അച്ഛനോടൊപ്പം നടന്ന് ഈ കലകളെല്ലാം, ഈ പഞ്ചവാദ്യമെല്ലാം ഞാൻ മനസ്സിലാക്കുകയും, അപ്പോൾ ആ കാലയളവിൽ തുച്ഛമായ കാലങ്ങളെ എനിക്ക് അച്ഛനുമായിട്ട് അത് മനസ്സിലാക്കാനും കണ്ടും കേട്ടും പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ചടയമംഗലത്ത് അമ്മയ്ക്ക് പകരം ആ ക്ഷേത്രത്തിൽ ജോലി നോക്കുന്ന അവസരത്തിൽ അവിടുത്തെ മുതിർന്ന കലാകാരന്മാരായ കർണാരമ്മാവനും അങ്ങനെ അവിടെ ശിവൻപിള്ള അമ്മാവനും എന്ന് പറയുന്ന അവർ 2 വലിയ കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഈ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യും. അവരെനിക്ക് പറഞ്ഞു തന്ന വഴികളും ഈ പഠനം പൂർത്തിയാക്കാനും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത് എനിക്ക് അവരിലൂടെയാണ് കൂടുതലും ഞാൻ ഇത് അഭ്യസിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശശികുമാർ ഈ രംഗത്തുനിന്ന് പെൻഷൻ പറ്റി മാറുകയാണ്. ഈ രംഗത്തേക്ക് ശിക്ഷഗണങ്ങളായി ആരെങ്കിലും ഉണ്ടോ? ശിക്ഷഗണങ്ങളായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ശിക്ഷ സമ്പത്തായിട്ടില്ല എങ്കിൽ തന്നെയും എന്നോടൊപ്പം ഈ കല അവതരിപ്പിക്കാൻ വരുന്ന പിള്ളേർക്കൊക്കെ ഞാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എന്നിൽ അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറേ ശിക്ഷഗണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരിപ്പോഴും എന്നോടൊപ്പം തന്നെ ഈ കല കൈകാര്യം ചെയ്യാൻ വരുന്നുമുണ്ട്. അപ്പോൾ ഔദ്യോഗിക ജീവിതം സന്തോഷകരമായിരുന്നു. അതെ. അപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കുടുംബജീവിതം ഞാൻ അമ്മയാണ് അച്ഛൻ കുഞ്ഞിലേ മരിച്ചുപോയി. അമ്മ വളരെ കഷ്ടപ്പെട്ടും ഒക്കെയാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെയൊക്കെ വന്ന് ഒരു 25-ാമത്തെ വയസ്സിൽ ഞാൻ തൊട്ടടുത്ത് തന്നെ വീട്ടിൽ നിന്നൊരു കല്യാണം കഴിച്ചു, ഭാര്യ സിന്ധു. അതിനുശേഷം അവൾ വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും കാര്യങ്ങളുമൊക്കെ അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്.
അവരാണ് എൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ മുന്നിൽ നിന്നും എന്നെ ഒരുപാട് സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഭാര്യയാണ്. അപ്പം അവരുടെ സഹായവും അവരുടെ സഹകരണവും എന്ന് വെച്ചാൽ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് തന്നെ ചില സന്ദർഭങ്ങളിൽ അവർ നമ്മളെ നയിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ വലിയ ഒരു പ്രചോദനമേകിയത്. അപ്പോൾ എൻ്റെ ഈ തൊഴിലിനോടും വളരെ ആത്മാർത്ഥതയാണ്. അതിനെന്നെ സഹായിക്കുകയും എല്ലാ കാര്യങ്ങളിലും. എനിക്കൊരു മോനുണ്ട്. മോനെ 7 വർഷം കഴിഞ്ഞുണ്ടായ മോനാണ്. മോനെയും ഈ കലാരംഗത്തേക്ക് എന്നിൽ കൂടി അവനും എനിക്കൊപ്പം ഈ കല ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനും എന്നെ സഹായിക്കാൻ എന്നോടൊപ്പം ഇപ്പോഴും എന്നോടൊപ്പം അവർ ഉണ്ട്. ഈ കലാവിദ്യ അച്ഛനിൽ നിന്ന് പകർന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ ഏതെങ്കിലും കലാശാലയിൽ പോയി പഠിക്കാൻ? ഇല്ല, അങ്ങനെ ഒരു കലാശാലയിൽ ഞാൻ പോയി പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല. ഞാൻ തകിൽ പഠിച്ചിട്ടുണ്ട്. അത് ഞാനൊരു മാവേലിക്കര ഒരു ആശാൻ്റെ കൂടെ നിന്ന് കുറച്ച് നാൾ ഞാൻ തകിൽ വാദ്യം പഠിച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ പിന്നിൽ അതും ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. എൻ്റെ ചെറിയ അറിവിൽ ഞാനത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു വിദ്യാലയങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല. പാരമ്പര്യമായിട്ട് ഞാൻ നമ്മുടെ പൂർവികരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കല സംബന്ധമായിട്ടുള്ളത്. അപ്പോൾ ശിഷ്ടകാലം സന്തോഷത്തോടും ആരോഗ്യത്തോടും കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര മേഖലകളിൽ സജീവ സാന്നിധ്യമുണ്ടാകുവാൻ കഴിയട്ടെ എന്ന് സാക്ഷി ടി വിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. നമസ്തേ. വളരെ നന്ദി.